നമസ്കാരം. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സജീവമായതോടെ ഇലോൺ മസ്കിൻ്റെ സ്ഥാപനമായ ടെസ്ലയ്ക്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ വലിയ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒട്ടുമിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലും ടെസ്ലയുടെ വാഹനങ്ങളുടെ വിൽപ്പന വൻതോതിലാണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അമേരിക്കൻ ഓഹരി വിപണിയിലും ടെസ്ലയുടെ ഓഹരികൾക്ക് വൻതോതിൽ വില ഇടിഞ്ഞിരുന്നു. സംബന്ധിച്ച കണക്കുകൾ പുറത്തു വന്നതോടെ ടെസ്ലയ്ക്ക് $100 ബില്യൺ നഷ്ടമാണ് ഉണ്ടായത് എന്നാണ് കരുതപ്പെടുന്നത്. ഒട്ടുമിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ട്രംപിനോടുള്ള വിരോധം മസ്കിനോടും കൂടി ഇപ്പോൾ ഒന്നിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് പലപ്പോഴും യൂറോപ്യൻ രാജ്യങ്ങളെ എതിരാക്കി നിർത്തുന്നതിൽ മസ്ക് വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നാണ് ഇവിടെയുള്ള ജനങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ വിപണിയിൽ ഇപ്പോൾ നിരന്തരമായി ടെസ്ല വാഹനങ്ങളുടെ വിൽപ്പന കുറയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ബ്രിട്ടനിൽ ടെസ്ലയുടെ വാഹനങ്ങൾക്ക് ഇപ്പോൾ ഡിമാൻഡ് കുറവാണ്. പകരം ചൈനീസ് വാഹന നിർമ്മാണ കമ്പനിയായ BYD വാഹനങ്ങളാണ് കൂടുതലും ഇവിടെ ഇപ്പോൾ വിറ്റുപോകുന്നത്. മാത്രമല്ല BYD വാഹനങ്ങൾക്ക് ടെസ്ലയെ അപേക്ഷിച്ച് വില കുറവാണ് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കൂടാതെ ജർമ്മനിയിലും ഫ്രാൻസിലുമൊക്കെ തന്നെ വൻതോതിൽ ഇപ്പോൾ ടെസ്ല വാഹനങ്ങളുടെ വിൽപ്പന കുറഞ്ഞിട്ടുണ്ട്. ജർമ്മനിയിൽ ലോകത്തെ പ്രധാനപ്പെട്ട പല കാർ കമ്പനികളുമുണ്ട്. അവരുടെ കാറുകളും വിപണിയിൽ സജീവമായിരുന്നു എങ്കിലും എന്നാൽ മസ്കിൻ്റെ ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയ നിലപാടുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് എതിരായി മാറുകയാണ്. കൂടാതെ കുറച്ച് നാൾ മുമ്പ് ഇലോൺ മസ്ക് പരസ്യമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടണം എന്നാവശ്യപ്പെട്ടിരുന്നു. ഇതൊക്കെ തന്നെ ബ്രിട്ടീഷുകാർക്കിടയിലും മസ്കിനെതിരെ ശക്തമായ ഒരു ജനവികാരം ഉണരാൻ കാരണമായി എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ മാസം യൂറോപ്പിൽ ടെസ്ലയുടെ 9,945 വാഹനങ്ങൾ മാത്രമാണ് വിറ്റുപോയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 45% കുറവാണ് ഇത്. യൂറോപ്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ ടെസ്ലയുടെ ഓഹരി വില വൻതോതിൽ വർദ്ധിച്ചിരുന്നു. എന്നാൽ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അത് കുത്തനെ ഇടിയുന്നതായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെയും രാഷ്ട്രീയ നിലപാടുകൾ തന്നെയാണ്. യുക്രൈനെതിരായ അമേരിക്കയുടെ ശക്തമായ നിലപാടുകൾക്ക് പിന്നിൽ മസ്കിൻ്റെ കരങ്ങളുണ്ട് എന്നാണ് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വിശ്വസിക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഭൂരിപക്ഷവും ഇപ്പോഴും സെലൻസ്കിക്കൊപ്പം തന്നെ ഉറച്ചു നിൽക്കുന്നൊരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എങ്കിലും ഡൊണാൾഡ് ട്രംപും മസ്കും കൂടെ ചേർന്ന് ഇതിനെയെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് യൂറോപ്പിലെ പല പ്രമുഖരായ നേതാക്കളും ആരോപിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളെ ബാധിക്കുന്ന രീതിയിലുള്ള പല നിലപാടുകളും ഡൊണാൾഡ് ട്രംപും മസ്കും ചേർന്ന് സ്വീകരിക്കുന്നു എന്ന പരാതിയും അവർക്കുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ടെസ്ലയുടെ വിൽപ്പനയിൽ ഇത്രയധികം കുറവ് ഉണ്ടായിരിക്കുന്നത്. അവിടേക്കാണ് ഈ ചൈനീസ് വാഹന നിർമ്മാണ കമ്പനികൾ ഇപ്പോൾ ഇടിച്ചു കയറിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മസ്കിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ അവിടെ അമേരിക്കൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക സമിതിയുടെ തലവൻ കൂടിയാണ്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ എടുക്കുന്ന പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ തീരുമാനങ്ങൾക്ക് പിന്നിലും മസ്കിൻ്റെ സ്വാധീനമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ചില പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ഇപ്പോൾ മസ്കിന് സ്വന്തം വ്യവസായ സാമ്രാജ്യം നോക്കുന്നതിനേക്കാൾ താല്പര്യം ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേഷ്ടാവ് എന്നുള്ള നിലയിൽ അമേരിക്കയുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കുകയാണ് എന്നുള്ളതാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ സർക്കാരിൻ്റെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കുന്നതിന് വേണ്ടി അതിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നതും മസ്കിനെയാണ്. മസ്കിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് ആയിരക്കണക്കിന് ജീവനക്കാരെയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ പിരിച്ചുവിട്ടത്. അതുപോലെ യുക്രൈനിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകൾ ഇതൊക്കെ തന്നെയാണ് ഒരുപക്ഷെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിൽ ഇപ്പോൾ ടെസ്ലയുടെ വില ഇത്രയധികം കുറയാനുള്ള കാരണം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ മസ്ക് ആകട്ടെ ഇതൊന്നും കണ്ട ഭാവം പോലും കാണിക്കാതെ തൻ്റെ സ്ഥിരം പരിപാടികളുമായി ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.